ഞാനിന്ന് കോഴിക്കോടുള്ള വളയനാട് ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കാണിച്ചു തരാം. കോഴിക്കോടിൻ്റെ ഐതിഹ്യവും വിശ്വാസങ്ങളുമായി ഏറെ ചേർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് വളയനാട് ദേവീക്ഷേത്രം. സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാദേവതയാണ് വളയനാട് ഭഗവതി എന്നാണ് വിശ്വാസം. ദേവിയുടെ വളയെറിഞ്ഞാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് കരുതുന്നത്. സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള പടപ്പുറപ്പാടുകളിൽ മികച്ച സൈനികവും സാമ്പത്തികവുമായ കരുത്തും ഉണ്ടായിട്ടും സാമൂതിരിക്ക് പരാജയം തന്നെയായിരുന്നു മിക്കപ്പോഴും ലഭിച്ചിരുന്നത്. ഇതിൻ്റെ കാരണമന്വേഷിച്ച അദ്ദേഹത്തിന് മനസ്സിലായത് ദേവിയുടെ അനുഗ്രഹമാണ് കോനാതിരിയുടെ വിജയത്തിനു പിന്നിലെന്നാണ്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം നേടുവാനായി സാമൂതിരി തപസ്സനുഷ്ഠിക്കുകയും ഒടുവിൽ ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തൻ്റെ കൂടെ വരണമെന്നാവശ്യപ്പെട്ട സാമൂതിരിയോട് ദേവി ഒരു നിബന്ധന വെച്ചു. യാത്രയിൽ എപ്പോഴെങ്കിലും പിന്തിരിഞ്ഞു നോക്കിയാൽ താൻ തിരികെ പോകുമെന്നായിരുന്നു അത്. മുൻപിൽ സാമൂതിരി രാജാവും പിന്നിൽ ഭഗവതിയും യാത്ര തുടർന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ പിന്നിൽ നിന്നും ദേവിയുടെ കാൽച്ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ സംശയത്താൽ രാജാവ് തിരിഞ്ഞു നോക്കി. ഇതു കണ്ട ദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വള ഊരിയെറിയുകയും വള വീണ സ്ഥലത്തായിരിക്കും തൻ്റെ സാന്നിധ്യമെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ആകാശത്ത് വള ഒരാഴ്ച കറങ്ങി തറയിൽ തട്ടി സമീപത്തെ കുന്നിൻ മുകളിൽ പോയി വീണെന്നാണ് ഐതിഹ്യം. വള കറങ്ങി തറയിൽ തട്ടിയ ഇടത്തെ ആഴ്ചവട്ടം തറയ്ക്കൽ ഭഗവതിയായും വള ചെന്നു വീണ ഇടത്തെ വളയനാട് ഭഗവതിയായും പിന്നീട് അറിയപ്പെട്ടു. കേരളത്തിലെ ശാക്തേയ കാവുകൾ ഇന്നത്തെ നിലയ്ക്ക് കേവലം 11 എണ്ണം മാത്രമാണുള്ളത്. കോഴിക്കോട്ടെ ശ്രീ വളയനാട്ട് കാവാണ് ഇതിൽ ഏറെ പുകഴ്പെറ്റത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ശാക്തേയ കാവുകളുടെ ഘടനാപരമായ സവിശേഷത ഒരേ മതിൽക്കകത്തു തന്നെ ചാമുണ്ട അല്ലെങ്കിൽ ഭദ്രകാളി, സപ്തമാതൃക്കൾ, ശിവൻ, ക്ഷേത്രപാലൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകൾ കാണാമെന്നുള്ളതാണ്. തങ്കത്തകിടിൽ വരച്ച ശ്രീചക്രം ദേവതാ സാന്നിധ്യ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാകയാൽ ഇതിന് ധാരാളം ഫലങ്ങളുണ്ട്. ഇവിടുത്തെ ക്ഷേത്രപാലകൻ്റെ നടക്കിൽ വെച്ച് നടത്തുന്ന ഗുരുതി തർപ്പണം പ്രസിദ്ധമായ ഒരു ചടങ്ങാണ്.